കാരുണ്യം തൂകാൻ പൊന്നുണ്ണി മോനോടൊന്നു പറയൂ. പാവങ്ങൾ ഞങ്ങളിൽ കാരുണ്യം തൂകാൻ പൊന്നുണ്ണി മോനോടൊന്നു പറയൂ. ഞങ്ങൾക്കു നൽകേണം, ശക്തിയും ഞങ്ങൾക്കു നൽകേണം. ബുദ്ധിയും ഞങ്ങൾക്കു നൽകേണം, ശക്തിയും ഞങ്ങൾക്കു നൽകേണം. സർവഫലങ്ങളും നേടി നീ ഞങ്ങളെ പാലനം ചെയ്യണേ കന്യാമ്പേ. സർവഫലങ്ങളും വാങ്ങി നീ ഞങ്ങളിൽ പാലനം ചെയ്യണേ കന്യാമ്പേ. അമ്മേ 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 നിന്നുടെ പൊന്നുണ്ണി മോനോടൊന്നു പറയൂ. പാവങ്ങൾ ഞങ്ങളിൽ കാരുണ്യം തൂകാൻ പൊന്നുണ്ണി മോനോടൊന്നു പറയൂ. പാവങ്ങൾ ഞങ്ങളിൽ കാരുണ്യം തൂകാൻ പൊന്നുണ്ണി മോനോടൊന്നു പറയൂ. നിങ്ങൾ ശിശുക്കളെപ്പോലെയാകുമെന്ന് ഈശോ അരുളി ചെയ്തു. കുഞ്ഞുങ്ങളെ ഏറെ സ്നേഹിച്ചു ഈശോ. കുഞ്ഞുങ്ങളുമായി അമ്മമാർ യേശുവിനെ സമീപിക്കുമ്പോൾ അവരെ ശിഷ്യഗണങ്ങൾ തടഞ്ഞു. ഈശോ പറഞ്ഞു, അവരെ തടയരുത്, കുഞ്ഞുങ്ങളെ തടയരുത്, എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവിൻ. കുഞ്ഞുങ്ങളെപ്പോലെയുള്ളവർക്കാണ് സ്വർഗരാജ്യം. കാർമൽ ഗീതങ്ങൾ നമുക്കായി ഒരുങ്ങുമ്പോൾ ഈ എപ്പിസോഡിൽ ഒരു കുഞ്ഞു ഗായിക പരിശുദ്ധ അമ്മയെ പ്രകീർത്തിച്ച് പാടുന്നു. പ്രിയമുള്ളവരെ, ഏവർക്കും കാർമൽ ഗീതങ്ങളിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം.
അന്ന റോസേ, കുഞ്ഞുമോക്ക് ഇത്രയും നന്നായിട്ട് പാടാൻ കഴിവുന്നത് ആരാ? ഈശോമ്പായി ഒരുപാട് കുഞ്ഞുമോളെ സ്നേഹിക്കുന്നുണ്ട്. കുഞ്ഞുമോൾക്ക് ഇഷ്ടമല്ല ഈശോയ്ക്ക്? ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഈശോയ്ക്ക് മാത്രമല്ല, ഈശോമ്പായിക്കും മാതാവിനും ഒത്തിരി ഇഷ്ടമാണ് കുഞ്ഞുമക്കളെ. പ്രത്യേകിച്ച് ഇപ്പം മോള് പാടിയ പാട്ട് എത്രയോ പേരെ കേൾക്കുന്നറിയാവോ? കാണുന്നു, കേൾക്കുന്നു. മോളെ ലോകം മുഴുവനുമുള്ള എല്ലായിടത്തും ഇതുപോലെ കുഞ്ഞുവാവകളെയൊക്കെ അടുത്ത് വിളിച്ചിരുത്തി അപ്പയും മമ്മിയൊക്കെ പറയും, കണ്ടോ മോളെ പോലെ ഒരു കുഞ്ഞുവാവ് പാടുന്നതെന്ന് പറയും. അപ്പൊ മോള് എന്തു നല്ലമ്മ പഠിക്കേ, എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. ഇത് മോളിങ്ങനെ പാടുമ്പോൾ മാലാഖമാര്, സ്വർഗത്തിലെ ഒത്തിരി ദൂതന്മാര് അവരെല്ലാം വന്ന് ഒത്തിരി ഇഷ്ടത്തോടെ മോക്ക് ഉമ്മ തരും. മാതാവിനും ഒത്തിരി ഇഷ്ടമാണ് അല്ലേ? എന്നിട്ട് മോക്കറിയോ, കുഞ്ഞുങ്ങളെ മാതാവിന് വലിയ ഇഷ്ടമാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഫാത്തിമ എന്ന് പറഞ്ഞൊരു സ്ഥലം,
ഫാത്തിമ എന്ന് പറഞ്ഞ സ്ഥലത്ത് 3 കുഞ്ഞുമക്കള് ആടുമേയ്ക്കാൻ പോയിരിക്കുക. അപ്പോൾ അവർ ഉച്ച സമയമായി, അവർ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അവരുടെ കുഞ്ഞു കൈകളിൽ എന്തുണ്ടായിരുന്നു എന്നും അവർ കൊണ്ടുപോകുമ്പോൾ എന്ത് കൊണ്ടുപോകും? കൊന്ത കൊണ്ടുപോകും. കൊന്ത കയ്യിൽ പിടിച്ച് മുട്ടുമേ നിന്ന് അവർ പ്രാർത്ഥിക്കും. ഒരു ദിവസം ആടിനെയൊക്കെ മേയ്ക്കാൻ വിട്ടിട്ട് ജസീന്ത, ഫ്രാൻസിസ്, ലൂസി, എങ്ങനെയാ പേര്? ജസീന്ത, ഫ്രാൻസി, ലൂസി. അപ്പൊ 3 പേരും കൂടി കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുവായിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്തൊരു വലിയ കാറ്റ് ഇങ്ങനെ വന്നു. കാറ്റ് വന്നപ്പോൾ അവർ ചോദിച്ചു, ഇതെന്താ പോലും കാറ്റ്? അവർ നോക്കിയപ്പോൾ അടുത്ത ഒരു വലിയ മരത്തിന്റെ മുകളില്, പടർന്നു നിൽക്കുന്ന ഒരു മരത്തിന്റെ മുകളില് ഒരു സ്ത്രീ രൂപം. അതാരായിരുന്നു അറിയാവോ? ഇല്ല, അത് പരിശുദ്ധ അമ്മ. ഇത് കണ്ടോ, മോള് കണ്ടോ? ഈ അമ്മ ഫാത്തിമ മാതാവ് എന്ന് പറയും. ഫാത്തിമയിലെ മാതാവ്, ഫാത്തിമ മാതാവ്. ഒത്തിരി സ്ഥലങ്ങളിൽ മാതാവ് ഇങ്ങനെ പല പേരുകളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. പരിശുദ്ധ അമ്മ ആ കുഞ്ഞുമക്കൾക്ക് പ്രത്യക്ഷയായി. ആദ്യം അവർക്ക് ഭയം തോന്നിയെങ്കിലും പിന്നെ അമ്മ പറഞ്ഞു, മക്കളെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞിട്ട് അമ്മയും കൊന്ത കയ്യിലെടുത്ത് എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ കേൾക്കും, നിങ്ങൾ ഒരുപാട് കൊന്ത ചെല്ലണം, കുഞ്ഞുനാൾ മുതലേ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കണം, വിശുദ്ധിയുള്ളവരായിരിക്കണം. എല്ലാ മക്കളെയും അമ്മ അനുഗ്രഹിച്ചു. അങ്ങനെ ലൂസി, ഫ്രാൻസിസ്, ജസീന്ത അങ്ങനെ കുഞ്ഞുനാൾ മുതലേ കൊന്തയൊക്കെ ചൊല്ലി മാതാവിന് ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളായി മാറി. അപ്പം അതുപോലെ കുഞ്ഞുമോൾ അന്ന റോസും നന്നായി കൊന്ത ചെല്ലുവോ? ഇനി വീട്ടിൽ കൊന്തയൊക്കെ ചെല്ലാറില്ലേ? പപ്പയും മമ്മിയൊക്കെ ചെല്ലാറുണ്ട്. അതുപോലെ കൊന്തയൊക്കെ ചൊല്ലി കുഞ്ഞുനാൾ മുതലേ വിശുദ്ധിയിൽ വളർന്ന് നല്ല കുഞ്ഞായി വിശുദ്ധയായി മാറും. അതിന് മാതാവ് നമ്മളെ സഹായിക്കും. നമുക്ക് അടുത്ത പാട്ട് ഏതാ പാടുന്നേ പോള്? അടുത്ത പാട്ട് എന്നെ അമ്മയെ ഓർക്കുമ്പോൾ. നല്ല പാട്ടാ, പാടിയാലോ നമുക്ക്? ഒത്തിരി പേര് കണ്ടോണ്ടിരിക്കും ഇപ്പം. അവർക്കെല്ലാം വേണ്ടി മോള് ഈ പാട്ട് പാട് കേട്ടോ. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ കുഞ്ഞുമോളിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളിലെയും മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. കുഞ്ഞുനാൾ മുതലേ അവരുടെ അധരങ്ങളിൽ, ഹൃദയങ്ങളിൽ ഈശോയുടെ സ്തുതിപ്പുണ്ടാകട്ടെ, പരിശുദ്ധ അമ്മയുടെ പ്രകീർത്തനം ഉണ്ടാകട്ടെ. വിശുദ്ധിയിൽ വളരുവാൻ കുഞ്ഞുമക്കളെ അമ്മ സഹായിക്കട്ടെ. നമുക്ക് തിരിച്ചു വരാം, ഗാനത്തിലേക്ക് പ്രവേശിക്കാം.
ആദ്യം അങ്കിള് ചോദിച്ചില്ല, അന്ന മോള് എത്രല്ല പഠിക്കുന്നേ? ഞാൻ UKG-ല്. എവിടെയാണ് വീട്? ആലപ്പുഴ. പപ്പയുടെ പേരെന്ത്? ജോമോൻ. മമ്മിയുടെ പേരോ? ലീജ. ഇപ്പൊ മോള് പാടി നന്മ നിറഞ്ഞ, ബാക്കി ഇങ്ങനെ മറിയമേ ചൊല്ലവേ. എൻ്റെ പിഴയെ അവൾ തീർത്തിരുന്നു ഇല്ലേ, അമ്മ തീർത്തിരുന്നു. അപ്പോൾ കുഞ്ഞുനാളും മുതലേ നമ്മൾ നല്ല കാര്യങ്ങൾ പറയാൻ നമ്മുടെ നാക്ക് നാവ് എന്ത് ചെയ്യണം? നല്ല കാര്യങ്ങൾ പറയണം. അപ്പോൾ നന്മ നിറഞ്ഞ മറിയമേ, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി പ്രാർത്ഥനയില്ലേ, അതൊക്കെ പ്രാർത്ഥിച്ചു വരുമ്പോൾ നമ്മൾ അശുദ്ധി പറയാതെ, ദുഷിച്ച ഒരു കാര്യവും പറയാതെ നല്ല വാക്കുകൾ മാത്രം പറയാൻ ആര് പഠിപ്പിക്കും? ഈശോമ്പായി പഠിപ്പിക്കും. ഈശോമ്പായിയോടൊപ്പം ആരും കൂടെ വരും? മാതാവ് കൂടെ വരും. അപ്പോൾ നമ്മൾ അശുദ്ധി ഒന്നും പറയാതെ നല്ലത് മാത്രം പറയുന്ന കുഞ്ഞുങ്ങളായി മാറാൻ മാതാവ് നമ്മളെ സഹായിക്കും. അപ്പോൾ മോളെ ഒന്നും നന്മ നിറഞ്ഞു പറയും ചൊല്ലുവോ? എന്ന് ചൊല്ലണം കേട്ടോ. സ്കൂളിലൊക്കെ കൂട്ടുകാരികളൊക്കെ ഒത്തിരി പേരില്ലേ, അവരോടൊക്കെ പറഞ്ഞു കൊടുക്കുക മാതാവിനെ കുറിച്ച്. ഈശോയെ വളർത്തിയ അമ്മയാണെന്ന് പറയണം. ഈശോയെ മിടുക്കനാക്കി വളർത്തി ഇല്ലേ. അപ്പോൾ നല്ല ഈശോയുടെ സ്വന്തം അമ്മ നമ്മുടെ അമ്മയാ. അമ്മ നമ്മളെ പഠിപ്പിക്കും, നമ്മളെ വളർത്തും. അപ്പം മോള് നല്ല മിടുക്കിയായി പാട്ട് പാടി കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് കാണുന്നുണ്ട്. അതിൻ്റെ എല്ലാവരുടെയും പേരിൽ മോക്ക് ഒത്തിരി പ്രാർത്ഥനകൾ തരുക കേട്ടോ. മിടുക്കിയായി പാടി. ഇനിയും മോള് മിടുക്കിയായി പാടണം. സ്കൂളിൽ പാടണം, പള്ളിയിൽ പാടണം, കൂട്ടുകാരുടെ ഇടയിൽ പാടണം. എന്നിട്ടോ ഈശോയ്ക്ക് വേണ്ടി മാത്രം പാടണം. ഈശോയ്ക്ക് വേണ്ടി മാത്രം നല്ല പാട്ടുകളൊക്കെ പാടി മിടുക്കിയായിട്ട് നീങ്ങണം. അപ്പോൾ മോക്ക് അങ്കിള് കൊന്ത പൊട്ടിയിട്ടും കൂട്ടിക്കെട്ടൊന്നും വേണ്ട. അത് പഴയ ഒരു ജപമാലയായിരുന്നു. മോക്ക് അങ്കിള് ഒരു ജപമാല തരാം, കൊന്ത. ഇതെന്നും മോള് അമ്മയോടൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് മോളും പ്രാർത്ഥിക്കണം. ഓരോ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന് മോളുടെ കുഞ്ഞു നാവ് കൊണ്ട് അധരം കൊണ്ട് ചൊല്ലണം. അപ്പോൾ ഒരുപാട് അനുഗ്രഹം ഈശോ തരും. മോക്ക് അങ്കിള് ഈ ജപമാല മേടിക്കുക കേട്ടോ. അപ്പൊ എല്ലാവിധ പ്രാർത്ഥനകൾ അങ്കിൾ തരും കേട്ടോ, എല്ലാവരുടെയും പേര്. പ്രിയമുള്ളവരെ, ആധുനിക മാധ്യമങ്ങളിലൂടെ ഒരു പാട്ട് വൈറലായാൽ അതിൻ്റെ അർത്ഥം പോലും തിരിച്ചറിയാതെ അമ്പാടെ പാടി നടക്കുന്ന ഒരു തലമുറയുടെ വിന്യാസം നമ്മൾ കാണുന്നുണ്ടെന്ന്. കുഞ്ഞുമക്കളായിക്കോട്ടെ മുതിർന്നവരായിക്കൊള്ളട്ടെ, ഒരു പാട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആഴവും അർത്ഥവും എന്താണെന്ന് പോലും തിരിച്ചറിയാതെ അത് മുഴുവൻ പാടിക്കൊണ്ട് നടക്കുമ്പോൾ തിരിച്ചറിയുക, കുഞ്ഞു മനസ്സുകളും കുഞ്ഞു അധരങ്ങളും ഹൃദയവും നന്മ നിറഞ്ഞ ഗാനങ്ങൾ പാടണം. യെരമ്യാ 15:19 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. വിലകെട്ടവ പറയാതെ സദ്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും. ദൈവത്തിൻ്റെ വചനമാണിത്. എപ്പോഴും നല്ലത് കാണുവാൻ, നന്മകൾ കാണുവാൻ, നല്ലത് പറയുവാൻ, നന്മകൾ പറയുവാൻ, നല്ലത് കേൾക്കുവാൻ, നന്മകൾ കേൾക്കുവാൻ നമ്മുടെ നാവ്, നമ്മുടെ മക്കളുടെ ഹൃദയം ഒരുങ്ങട്ടെ. അതിനുവേണ്ടി നമ്മളെ മക്കളെ ഒരുക്കാം. ഈശോയെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതി വളർത്തിയ പരിശുദ്ധ അമ്മ നമ്മുടെ മക്കളുടെ കരം പിടിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മാതാവേ, നല്ല അമ്മേ, ഈശോയെ കുഞ്ഞുനാൾ മുതലേ നന്മയിൽ വളർത്തിയ നന്മ നിറഞ്ഞ മറിയമേ, ഞങ്ങളുടെ മാതാവേ, ഞങ്ങളുടെ എല്ലാ കുഞ്ഞുമക്കളെയും അമ്മയുടെ വിമല ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നു. എപ്പോഴും അമ്മയോട് ചേർന്നിരുന്ന് ഈശോയെ ആരാധിക്കുവാൻ, ഈശോയ്ക്ക് മഹത്വം നൽകുവാൻ, ഈശോയുടെ സ്നേഹപ്രകീർത്തനങ്ങൾ പാടുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. അമ്മേ, കാവലായിരിക്കണമേ. നല്ല ഈശോയെ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. നല്ല ഈശോയെ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ നല്ല നാഥ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ആമേൻ.